ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഉണ്ടാക്കിയെടുക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അണ്ടിപ്പരിപ്പ്, 1/4 കപ്പോളം കറുത്ത മുന്തിരിയും കൂടെ കഴുകി വൃത്തിയാക്കി എടുത്തത് ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ചാലും തരിതരിപ്പോടെ കിട്ടുന്നുണ്ട് എന്ന് കണ്ടാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കാം. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പം തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ടേസ്റ്റ് ഗാർഡന്റെ നവര റൈസ് പൗഡറും അതേപോലെ ലിറ്റിൽ മില്ലറ്റ് പൗഡറും കൂടെ നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ലഡു ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതിൽ സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റെങ്കിലും ഒന്നിങ്ങനെ വറുത്തെടുക്കും. ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കരപ്പാനി ഞാൻ ഒന്ന് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതൊരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. സ്പാച്ചില കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നിങ്ങനെ ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇപ്പൊ അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഈ മില്ലറ്റ്സ് ഒക്കെ നമ്മൾ കഴുകി ഉണക്കുമ്പോൾ ഇത് നന്നായി കുതിർത്തിയിട്ട് വേണത്ര കഴുകി ഉണക്കാനായിട്ട്, എന്നാലാണത്ര അതിന്റെ ഗുണം കിട്ടുള്ളൂ. അപ്പൊ ഈ ടേസ്റ്റ് ഗാർഡൻ മില്ലറ്റ് പൗഡറൊക്കെ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. ആ രീതിയൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടാവുകയും ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇത് നിങ്ങളോടും കൂടെ റെക്കമെൻഡ് ചെയ്യണത്.